നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് തൃശ്ശൂരിൽ നിന്ന് പഴനി അമ്പലത്തിലേക്കുള്ളൊരു യാത്രയുടെ ചെറിയൊരു വിവരണമാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. KSRTC സ്റ്റാൻഡിൽ നിന്ന് 11:18 ബസ് എടുത്തു. 2 പേർക്ക് ടിക്കറ്റ് 324. ഞങ്ങൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ ഡയറക്റ്റ് ബസ്സുള്ള കാരണം അതിൽ കയറിപ്പോയി. എല്ലാച്ച പാലക്കാട് പോയി അവിടുന്ന് പൊള്ളാച്ചി കയറി. പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ എപ്പോഴും നമുക്ക് പഴനിയിലേക്ക് ബസ് കിട്ടും. പിന്നെ യാത്രയുടെ ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തി തരും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാം, ഉച്ച ഭക്ഷണമൊക്കെ അങ്ങനെ കഴിക്കാം. ഹോട്ടലിൻ്റെ മുന്നിൽ അവർ നിർത്തി തരും. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുക, ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ. പിന്നെ പഴനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവസ്വമൊക്കെ റൂമുകൾ കിട്ടും. പറ്റുമെന്ന് വെച്ചാൽ അതെടുക്കുക, ചാർജൊക്കെ കുറവാണ്. ഞങ്ങൾക്ക് ഈ വട്ടം അത് കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് എടുക്കുക ചെയ്തേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്ത ബസ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ എടുത്ത 2 ഫോട്ടോ ആണ്. ഉച്ചഭക്ഷണം കഴിച്ച് 2:30 വണ്ടി എടുത്തു. നമ്മൾ ഈ പഴനി പോകുമ്പോഴേ പാടത്തൊക്കെ ധാരാളം വിൻഡ്മില്ലുകൾ ഇതേപോലെ കാണാം. ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു അതിശയമായിരിക്കും. നമ്മുടെ അവിടങ്ങളൊന്നും ഇല്ലല്ലോ ഇത്. കുറേ കാണാട്ടത് പാടങ്ങളിൽ വിൻഡ്മില്ലുകൾ ധാരാളമായിട്ടുണ്ട് അവിടെ. ഞങ്ങൾ പഴനിയിലെത്തിയിട്ട് ആദ്യം റൂം എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കുളിച്ചു, പഴനിമല കയറ്റാൻ തുടങ്ങി. പിന്നെ രാത്രിയിൽ തന്നെ താൻ അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് മല ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ കയറി തൊഴുതു. ഉച്ചയ്ക്ക് കൊണ്ടിട്ട് അവിടെ നിന്ന് അന്നദാനം. ഇതാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുന്ന കാഴ്ച. പഴനിമല വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടേക്ക് നടക്കാനുള്ള വഴിയുള്ളൂ. പഴനി അടിവാരത്ത് താഴെ ഗണപതി ഭഗവാനെ തൊഴുതിട്ട് വേണം നമ്മൾ പഴനിമല കയറ്റം തുടങ്ങാൻ. പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൻ്റെ താഴെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നന്ദി.